സ്ലീവിന് എത്ര വണ്ണം എടുക്കണം, സ്ലീവിൻ്റെ വിഡ്ത്താണ് എല്ലാവരുടെയും ഒരു സംശയം. അതാണ് ആർക്കും ശരിയായ രീതി കിട്ടാത്തത്. അതിന് 2 മാർഗ്ഗമുണ്ട്. ഏറ്റവും ഉറപ്പില്ലാതെ, കൈക്ക് ഒരു വിറയലുമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് വെട്ടണം. ഇന്നലെയും കണ്ടൊരു കമൻറ്റ് എഴുതിയേക്കുന്നത് നൈറ്റ് തുണി ഞാനെടുത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും ഞാൻ വന്നു. സാരി റോസ് ചാനലിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം. 2 വീഡിയോ ഞാനിട്ടു, നിങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് പിടി കിട്ടിയത്, പെട്ടെന്നൊരു വീഡിയോ ഇടുന്നതല്ല നിങ്ങൾക്കിഷ്ടം. നിങ്ങൾക്കതിൻ്റെ കാര്യകാരണങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണം. എനിക്കറിയാം. അപ്പം നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്കറിയാം ഒരുപാട് പേർക്ക് നന്നായിട്ട് പഠിക്കണമെന്നുണ്ട്. എന്തോ അറിയാം എന്നുള്ളതല്ലാതെ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല. അതിൻ്റെ ഒരു ശരിയായ അളവുകൾ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതും എനിക്ക് നിങ്ങൾ കമൻറ്റ്സ് തരുന്നു. ഈ 2ാമത്തെ വീഡിയോയിൽ ഒരുപാട് കമൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ആൻസർ എനിക്കിപ്പം ഇന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വേറൊരു ലക്ഷ്യവുമായിട്ടാണ്. നമുക്ക് സ്ലീവ് എങ്ങനെ വെട്ടാം, ഒരുപാട് പേരുടെ സംശയം. ബാക്കിയൊക്കെ നമ്മൾ എങ്ങനെയും ചെയ്യും, സ്ലീവ് വരുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം. അപ്പോൾ സ്ലീവ് നമുക്ക് ഷോൾഡറും ആം ഹോളും അറിയാം, പക്ഷേ സ്ലീവ് എങ്ങനെ വെട്ടാമെന്ന് അറിയത്തില്ല. അത് മാത്രം ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ചുരിദാറില്ലേ, ഈ ചുരിദാറാണ് സത്യത്തിൽ ഒരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച ചുരിദാർ. ഒരിക്കലും എനിക്കൊന്നൊരു 7-8 മാസം, ഇപ്പം 8-9 മാസമായെന്ന് തോന്നുന്നു. ഈ ചുരിദാർ തയ്ച്ച് ഇതുപോലൊരു സമയത്ത്, ഇതുപോലൊരു ഇപ്പോൾ സമയം 4:30 ആകുന്നു. ഈ 4:05 ആയപ്പോൾ ഞാൻ കുളിച്ച് ഈ ചുരിദാർ വിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ റേച്ചാൻ പറമ്പിൽ നിന്ന് പണിക്കാരുടെ അടുത്തുനിന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, റേച്ചിയ ഇന്ന് ഈ ഡാലിയ പൂക്കൾ ഒത്തിരി ഒരു സൈഡിൽ നിൽപ്പുണ്ട്, അതിൻ്റെ പടം എടുക്കണം എനിക്ക്. ആ പടം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, റേച്ചിയ ഞാൻ പറയട്ടെ, ഈ ചുരിദാർ ഞാൻ തയ്ച്ചതാണ്, എന്നെ പോലെ പ്രായമുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ തയ്ക്കാം എന്ന് പറയട്ടെ എന്ന് ചോദിച്ചാൽ, നീ പറഞ്ഞോളാൻ പറഞ്ഞു. അന്ന് ഞാനിങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞതാ, ഇത് ഞാൻ തയ്ച്ചതാണ്, നിങ്ങൾക്ക് എന്നെ പോലെ പ്രായമുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തയ്ക്കാനുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരാം, വീട്ടിലും തയ്ക്കാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് അന്ന് കമൻറ്റ് ഇട്ടത് വഴിയാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചേർന്നത്. എനിക്കിപ്പോൾ ഇങ്ങനെ നിങ്ങളെ പോലെ ഒരുപാട് പേരെ കിട്ടിയതും എനിക്ക് കൂട്ടായിരുന്നു. അപ്പം അതുപോലെ ഇതാ കാരണമായ ചുരിദാർ. ഇത് വീട്ടിലാണ് ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ എടുത്ത് തയ്ച്ചതാണ്. ഇത് ലൈനിങ് വെച്ച് തയ്ച്ചതാണ്. നല്ല തുണിയായിരുന്നു കേട്ടോ. ഈ തുണി എനിക്ക് വളരെ ലാഭത്തിൽ കിട്ടി. കട്ട് പീസ് അവസാനം വരുമ്പോൾ ഈ വലിയ കടകളിലൊക്കെ അവസാനം വരുന്ന 2.5-3 മീറ്റർ വരെ തുണികളില്ലേ, അത് അവർ ലാഭത്തിന് തരും. ഇപ്പോൾ ഒരു 120 രൂപ വിലയുള്ള തുണിയാണെങ്കിൽ അവർ ചിലപ്പോൾ അത് 90-80 രൂപയായിട്ട് തരും. ചിലപ്പോൾ അവർ മൊത്തത്തിൽ ഒരു വില പറഞ്ഞ് തരും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച തുണി, വളരെ വില കുറഞ്ഞ തുണി കിട്ടും. നല്ല കോട്ടൺ തുണികൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണികൾ കിട്ടും. നമുക്ക് ചുരിദാർ തയ്ച്ച് വീട്ടിലെത്തില്ലേ, സാരലൂസ് വേണ്ട, ചുരിദാർ തയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണേൽ കൊടുക്കത്തില്ലേ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ടുള്ളൊരു ലാഭം എന്ന് പറയുന്നത്. അല്ലാതെ 300 രൂപയ്ക്കും 350 രൂപയ്ക്കൊക്കെ ഇപ്പം ചുരിദാർ പുറത്ത് മേടിക്കാൻ കിട്ടും. അതിനേക്കാളുപരി നമ്മുടെ അളവിൽ നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുമ്പം കിട്ടുന്ന ഒരു മാനസിക സുഖം എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്, അല്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും പ്രേരിപ്പിക്കുന്നത്. നമ്മൾ തയ്ക്കണം. നമ്മുടെ ഉള്ള സമയം, മിച്ചമുള്ള സമയം ബോറിംഗ് ഇല്ലാതിരിക്കാൻ നമുക്ക് തയ്ക്കാം. നമ്മുടെ മക്കൾക്ക് തയ്ക്കാം, കൊച്ചുമക്കൾക്ക് തയ്ക്കാം, നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം, അല്ലേ? അപ്പം ഞാൻ കാര്യത്തിലേക്ക് കിടക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പേടിയില്ലാതെ നമുക്ക് വെട്ടണം. പേടിയില്ലാതെ വെട്ടാൻ നിങ്ങൾക്ക് ഞാൻ ഷോൾഡറും ആം ഹോളും വരയ്ക്കുന്നത് കൃത്യമായിട്ട് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായി. പൂർണ്ണമായി മനസ്സിലായി എന്ന് പറയുന്നില്ല, ഒരുവിധം മനസ്സിലായി. ഇനിയും ഈ ആം ഹോളും ഈ നമ്മുടെ ഷോൾഡറും വെച്ച് എങ്ങനെയാണ് ഒരു കൈ വെട്ടുന്നത്, സ്ലീവ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, അത് ക്ലിയർ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് ആ ഭാഗം കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഞാൻ ചുരിദാറിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം അടുത്തൊരു വീഡിയോയിൽ, നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ഇടുന്ന വീഡിയോയിൽ ഒരു ചുരിദാർ പേടിയില്ലാതെ എല്ലാവർക്കും വെട്ടത്തക്ക രീതിയിലുള്ള മെഷർമെൻറ്റ് ഏതാണ്ട് ഒരു 3-4 അളവിൽ എങ്ങനെ മാറ്റം വരുമെന്ന് ഞാൻ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്നലെ വെട്ടിയില്ല, ഇന്നലെ കാണിച്ച നമ്മുടെ അളവുകളെല്ലാം എൻ്റെ മുമ്പിലുണ്ട്. ഇത് വെച്ചുകൊണ്ട് ഒരു സ്ലീവ് എങ്ങനെ വെട്ടിയെടുക്കും. അല്ലെ, ചുരിദാറിന് വേണ്ടി ബസ്റ്റ് 41 അല്ലേ, ഷോൾഡർ 16, ആം ഹോൾ റൗണ്ട് 17.5, വേസ്റ്റ് 35 ഒക്കെ വെച്ച് നമ്മളിങ്ങനെ ഇന്നലെ വെട്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് അല്ലേ. അപ്പം നമുക്ക് ഇത് വെച്ചുകൊണ്ട് ഒരു സ്ലീവ് എങ്ങനെ വെട്ടാമെന്ന് നമുക്ക് നോക്കാം ആദ്യം.
അപ്പോൾ ഇത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കാണണം, കണ്ടിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ നിങ്ങൾ കാണാവൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഷോൾഡർ 7.5 വരച്ചിട്ടുണ്ട്. നമ്മൾ ആം ഹോളിൻ്റെ ലെങ്തും നമ്മൾ 7.25 എടുത്തു. അങ്ങനെ നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൗണ്ട് അളക്കുന്ന നോക്കിയേ, 1/2 ഇഞ്ച് സ്ലോപ്പ് പോകും. അവിടുന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇവിടുന്നും നമ്മളൊരു തയ്യൽ തുമ്പ് ഒരു സ്വല്പം വിട്ട് നമ്മൾ ഇങ്ങനെ ഈ മഞ്ഞ ലൈനാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ആ മഞ്ഞ ലൈനിൽ നമ്മൾ അളന്നപ്പോൾ നമുക്ക് എത്ര കിട്ടിയായിരുന്നു? 8.25. നമുക്ക് കറക്റ്റ് 8.25 കിട്ടി. നമ്മളങ്ങനെ 8.25 നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കുക, എനിക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 8.25. ഇത്ര നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആം ഹോൾ റൗണ്ട് എനിക്ക് നിൽക്കുന്ന 8.25. ഇനിയും തീർന്നില്ല, ഇവിടുന്ന് മുന്നോട്ടുണ്ട്. ഇവിടുന്ന് മുന്നോട്ട് 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇടുക, അല്ലെ 1.5 ഇഞ്ച് ഇടുക, അതുണ്ട് കേട്ടോ, അത് ഓർത്തോണം. അപ്പോൾ ഇത് വെച്ചോണ്ടാണ് നമ്മൾ എങ്ങനെയാണ് സ്ലീവ് വെട്ടുന്നത് നോക്കുന്നത്. അപ്പോൾ സ്ലീവ് വെട്ടാനായിട്ട് ഞാൻ ഈ തുണി എൻ്റെ ഇതിനൊന്നും ഉള്ള തുണിയല്ല, ഒരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ തുണിയാണ്. ഇത് സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ഇതല്ല, സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ തുണിയേലാണ് ഞാൻ നിങ്ങളെ ഈ അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പം നിങ്ങളെ തൽക്കാലം കാണിക്കാൻ ഞാൻ വേറൊരു ക്ലോത്ത് എടുക്കുക. ഇതും എനിക്ക് അങ്ങനെ വെട്ടിക്കളയാൻ പറ്റത്തില്ല. ഇതിൽ ഞാൻ ഇത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഓർക്കുക, കാണിച്ചു തരാമെന്ന് പറയുമ്പോഴും ചുമ്മാതൊരു തുണി എടുത്തിട്ട് ഇങ്ങനെ ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് എനിക്ക് വേണമെങ്കിൽ അതുണ്ട് ഇങ്ങനെ വരച്ച് കാണിക്കാം. അങ്ങനെ അല്ലല്ലോ ഒരിക്കലും തുണി വെട്ടുമ്പോൾ തുണി മിച്ചം വരുന്നത്. നമ്മളിങ്ങനെ തുണി ഇങ്ങനെ വിരിച്ചിട്ടിട്ടല്ലേ സാധാരണ ചുരിദാർ കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഇവിടുന്നല്ലേ നമുക്ക് തുണി കിട്ടുന്നത്. അതുപോലെ ഇത് നിങ്ങൾ സങ്കല്പിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടേ നമുക്ക് പഠിക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുന്ന് എങ്ങനെ നമ്മൾ കൈ എടുക്കാം. കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് കൈ എടുക്കേണ്ടി വരുന്നത്. അപ്പം നമ്മൾ കൈയുടെ ഇറക്കം നമ്മൾ അടയാളപ്പെടുന്നു. ഇറക്കം നമുക്ക് ഇഷ്ടം പോലെ അടയാളപ്പെടുത്താൻ കാണുകയില്ല. 44 ഇഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് 10ഉം 12ഉം ഒക്കെ എടുക്കാം. അതിന് മേലോട്ടാണെങ്കിൽ ഇഷ്ടം പോലെ നല്ല നീളമുള്ള കൈ എടുക്കാം. ഇപ്പം ഞാൻ ഇവിടുന്ന് തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു 10 ഇഞ്ചിൻ്റെ കൈ ആണ് നീളം കേട്ടോ. ഇത് 10 ഇഞ്ച്. 10 ഇഞ്ചെന്ന് പറയുന്നത് നമ്മുടെ ലെങ്ത് ഓഫ് ദ സ്ലീവാണ്. 10 ഇഞ്ചിൽ നീളം എടുത്തു. ഇനിയും നമ്മുടെ സംശയം നീളമല്ലല്ലോ, നമ്മുടെ സംശയം എന്താ? നമ്മുടെ സംശയം വിഡ്ത്താണ്. സ്ലീവിന് എത്ര വണ്ണം എടുക്കണം, സ്ലീവിൻ്റെ വിഡ്ത്താണ് എല്ലാവരുടെയും ഒരു സംശയം. അതാണ് ആർക്കും ശരിയായ രീതി കിട്ടാത്തത്. അതിന് 2 മാർഗമുണ്ട്. ഏറ്റവും ആദ്യത്തെ മാർഗം നമ്മുടെ ബസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 4. എൻ്റെ ബസ്റ്റ് അളവ് 41. 41/4 എത്ര? 10.25. അതാണ് എൻ്റെ ഷാർപ്പ് വണ്ണം എന്ന് പറയുന്നത്. 10.25. അത് 10.5 ആകാം, 10 ആകാം. 10, 10.25, 10.5 ഇത് 3 ആയാലും തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ 36 ചെസ്റ്റ് സൈസുള്ള അല്ലെങ്കിൽ ബസ്റ്റ് എടുത്താൽ മതിയേ. ബസ്റ്റ് സൈസ് 36 ഉള്ള ആൾക്ക് എത്ര സ്ലീവ് വേണം? 9 ഇഞ്ച് മതി. 38 ഉള്ളവർക്കോ 9.5 വേണം. അത് കറക്റ്റായിരിക്കും. അങ്ങനെ നമുക്ക് എടുക്കാം. ഇനി അതല്ലാതെ വേറൊരു മാർഗ്ഗമുണ്ട്. അതും ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാം. 2 കാണിക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എത്രയാണ്? നമ്മളുടെ ബസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എനിക്ക് ബസ്റ്റ് 41 ആണ്. അതുകൊണ്ട് എനിക്ക് എത്ര കിട്ടണം? 10.25. ആ കറക്റ്റ് 10.25 ഞാൻ മാർക്ക് ചെയ്യുന്നു. 10.25 മാർക്ക് ചെയ്ത് ഈ ലൈനുകളെയെല്ലാം ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. അപ്പം നമുക്ക് ഇവിടെയും നമുക്ക് നീളം എത്ര എടുക്കണം? 10 എടുക്കാം. 10 എടുത്തു. എന്നിട്ട് ഈ ലൈനുകളെ തമ്മിൽ ജോയിൻ ചെയ്തു. ഇതാണ് എൻ്റെ നീളം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ വണ്ണം അല്ലേ? ഇതാണ് നമ്മുടെ വിഡ്ത്ത് എത്ര നമ്മൾ പറഞ്ഞത്? 10.25. 10.25. അവിടെ ഞാനൊരു ലൈൻ വരച്ചേക്കാം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഷേപ്പ് വേണം. സ്ലീവിന് ഷേപ്പ് വേണം. സ്ലീവ് ഒരുപോലെ ഒരേ നീളം വണ്ണത്തിലാണോ ഇരിക്കുന്നത്? അല്ല, നമ്മുടെ കൈ ഇങ്ങനെ വന്ന് കഷത്തിൻ്റെ ഇങ്ങോട്ട് വട്ടത്തിൽ ഇങ്ങനെ വന്ന് കുറഞ്ഞു വരിക അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇത്രയും വീതി വേണ്ട. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കുറഞ്ഞാൽ നമ്മുടെ കൈ വരുന്നത്. ആ കുറയുന്നത് ഡൗൺ എന്ന് പറയും. ചിലർ ഡൗൺ മെഷർമെൻ്റ് എന്ന് പറയും, ചിലർ ഷേപ്പ് എന്ന് പറയും. അപ്പോൾ സ്ലീവിൻ്റെ ഷേപ്പ് വെട്ടുക എന്നാണ് ചിലരതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് എത്ര എടുക്കണം? അതും ഒരു സാധാരണക്കാരൻ്റെ ഒരു ഡൗട്ടാണ്. ആ ഷേപ്പ് എടുക്കാനായിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡേർഡായിട്ടൊരു മെഷർമെൻ്റ് ഉണ്ട്. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഈ ചെസ്റ്റ് അളവ് ബസ്റ്റ് അല്ല, മാറിപ്പോകരുത്, ചെസ്റ്റ് അളവ്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 എത്ര? എനിക്ക് 38.5 അല്ലേ എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത്. അതേ ബൈ 10 എത്ര? 3.85.
3.85. അത് 3.8 എന്നോ 3.9 എന്നോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ എത്ര എടുക്കണം? ഇത് കണ്ടോ, 4 വേണ്ട, 3.8 ഞാൻ എടുത്തു. അപ്പം എൻ്റെ ഈ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി എനിക്ക്? 3.8. എങ്കിൽ 44 ചെസ്റ്റ് അളവുള്ള ആൾക്ക് എത്ര എടുക്കണം? 4.4 എടുക്കണം. ആ 4.4 എന്ന് പറയുന്നത് 4.4 ആകാം, 4.2 ഒക്കെ ആയാലും കുഴപ്പമില്ല, 4.1 ആയാലും പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ എടുത്തു പോകാം. അപ്പം 32 ഉള്ള ആൾക്കോ 3.2 മതി, ധാരാളം മതി. 3.2 അതൊരു 0.1 0.2 ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ട് നമുക്ക് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഞാൻ എത്ര എടുത്തു? 3.8 എടുത്തു. ഈ 3.8 നിന്ന് നമുക്കൊരു ലൈൻ നേരെ വരയ്ക്കണം. ഒത്തിരി ഒന്നും അളവ് വേണ്ട, ഒരു 3-4 ഇഞ്ച് നീളത്തിൽ നമ്മളൊരു ലൈൻ വരച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ലൈനിലേക്ക് ഈ പോയിൻ്റ്, ഇത് 2 സ്ലീവാണ്, ഇത് കണ്ടോ, ഇങ്ങനെ 2 സ്ലീവാണ്. ഇവിടം ക്ലോസ്ഡ് ആണ്, ഇത് ഓപ്പണാണ്. ഇതാണ് സ്ലീവിൻ്റെ അടിവശം എന്ന് തുറന്നിരിക്കുന്ന ഭാഗം. അപ്പം നമുക്ക് ഇവിടുന്ന് വേണം ഇങ്ങനെ ഷേപ്പ് വരയ്ക്കാൻ. അതിനുവേണ്ടി ഈ അളവ് എത്ര എടുക്കണം എന്നറിയാവോ? നമ്മൾ മുമ്പേ അളന്ന് വെച്ചിട്ടുണ്ട്. ഈ അളവ് എത്ര നമ്മൾ അളന്ന് എഴുതിയിരിക്കുന്നത്? 17 അല്ല സോറി 8.25. നമ്മൾ മുമ്പ് എടുത്ത് കണ്ടതല്ലേ 8.25. ആ 8.25 ഇങ്ങനെ നോക്കുമ്പോൾ എവിടെ വരും? നിങ്ങൾ നോക്കിക്കേ, ഇതിൻ്റെ 1 എന്ന് പറയുന്ന ഇവിടെ വെച്ചു, കണ്ടോ, 0 ഈ പോയിന്റിൽ വെച്ചിട്ട് ഈ ലൈനിലേക്ക് നമ്മളിതിങ്ങനെ കൊണ്ടുവന്ന് എവിടെയാണ് 8.25 ലൈനിൽ ജോയിൻ ചെയ്ത് നോക്കുക. കണ്ടോ, ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് 8.25 എവിടെയാണ്, ഇങ്ങനെ ചെരിച്ച് കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്ന് 8.25 വരുന്നത് എവിടെയാണെന്ന് നോക്കിയേ, വേണ്ട, ഇതാ 8.25 എന്ന് പറയുന്നത്. ഇത് 9, തൊട്ടപ്പുറം 8.25. അപ്പോൾ ഇതാണ് 8.25. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വളച്ചെടുത്ത 8.25 നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ വരയ്ക്കുമ്പോഴും ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു വരുമ്പോഴത്തേക്കിന് 8.25 എത്ര ആവും? 9-9.15 പോകും. അതുകൊണ്ട് 8.25 എടുക്കണ്ട, 8.5 എടുത്താൽ മതി കേട്ടോ. തുടക്കക്കാർ എത്ര എടുത്താൽ മതി? തുടക്കക്കാരെന്നല്ല, എല്ലാവരും 8.25 ഉണ്ട് നമ്മുടെ ആം ഹോൾ റൗണ്ടെങ്കിൽ നമുക്ക് എത്ര എടുത്താൽ മതി? 8.5 എടുത്താൽ മതി. അപ്പോൾ അത് വീണ്ടും ഇതിങ്ങോട്ട് കുറച്ചുകൂടെ അടുത്ത് വരും. അപ്പോൾ ശരിക്കും നമുക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾ 8.25 എടുത്തു, കുഴപ്പമില്ല, കാരണം തുടക്കമാകുമ്പോൾ നമുക്ക് ചെറിയൊരു വ്യത്യാസമൊക്കെ വരത്തില്ല. അപ്പോൾ 8.25 കിട്ടി. ഇതാണ് എനിക്ക് വേണ്ട അളവെന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഓപ്പണിൻ്റെ അളവ് നമുക്ക് നോക്കാം. ഊഹം പറയുക എല്ലാവേ, കറക്റ്റല്ല. എൻ്റെ ഒരെണ്ണം വെച്ച് ഞാനൊരു പറയുന്നു, എനിക്കൊരു 7 ഇഞ്ച് സ്ലീവിൻ്റെ ഓപ്പൺ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു സൂത്രം, ഈ 8.25 എനിക്ക് കിട്ടിയിടത്തുനിന്ന് 2.5 ഉണ്ട് സീം അലവൻസ്. ഇഷ്ടം പോലെ കൂടുതലാണ്, കണ്ടോ. അപ്പോൾ സത്യത്തിൽ എനിക്ക് എത്ര മതി? ഇവിടെ നിങ്ങൾ നോക്കുകയും ഈ 8.25 കഴിഞ്ഞ് ഒരു 1.5-ഓ 2-ഓ കൂട്ടിയാൽ പോലും എത്ര മതി? 10 മതി. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 10, 10.4 വന്നില്ലേ? അത്രയും വേണ്ട, എത്ര മതി? 10. അപ്പം തുടക്കക്കാർ 10.4 ആയതുകൊണ്ട് തെറ്റൊന്നുമില്ല. തെറ്റുമോ? ഇല്ല. ഇത് ഞാൻ അളന്നെടുത്തപ്പോൾ ഉണ്ടല്ലോ, അത് 10.5 ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ വന്നത്. 10.4 മതിയായിരുന്നു. ഞാൻ മെഷർ ചെയ്തതിൻ്റെ എന്തോ ചെറിയ മിസ്റ്റേക്കാണ്, പോട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെ നമ്മൾ ഷേപ്പിൽ വരയ്ക്കുന്നുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതൊന്ന് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തന്നെയല്ല, എൻ്റെയും കൂടെ സൗകര്യത്തിൽ എനിക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിതൊന്ന് എനിക്ക് എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാനിതൊന്ന് തിരിച്ചിടുകയാണേ, നോക്കിയിരുന്നോണം. ഇവിടെ നല്ല നമുക്ക് ഇങ്ങനെയല്ലേ കിടക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിങ്ങനൊരു ഷേപ്പ് വരയ്ക്കണം. അതിന് 2 മാർഗ്ഗമുണ്ട്. ഒന്നുകിൽ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് പഠിക്കണം. ചുമ്മാ ഒരു പേപ്പറോ തുണിയോ എടുത്തിട്ട് വെറുതെ നിങ്ങളുടെ മെഷർമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ കൈകൊണ്ട് അങ്ങ് വരച്ച് പഠിക്കണം. നല്ല കുട്ടപ്പനായിട്ട് കിട്ടും. 2 സൈസിൽ ഞാൻ കാണിക്കാം. ആദ്യം ഞാൻ കൈകൊണ്ട് വരച്ച് കാണിക്കാം. നമ്മൾ ഇവിടുന്ന് തുടങ്ങണം. ഇവിടാണ് നമ്മുടെ ഇതെടുത്തു, ഇതാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള കറക്റ്റ് മെഷർമെൻറ്റ്. ഇത് നമ്മുടെ തയ്യൽ തുമ്പ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഇതേ കൂടെ തന്നെ വന്നിട്ട് ഇങ്ങനെ നോക്കണേ, ഇങ്ങനെ വന്ന് ഇവിടെ വരുമ്പോൾ ഒരു പണിയുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്നും 1.5 ഇഞ്ചിൽ ഒന്നും ചെയ്യരുത്. ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കറക്റ്റ് 1.5 ഇഞ്ചിൽ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് ഇത് എവിടെ വന്ന് മുട്ടണം? ഇതിലോട്ട് മുട്ടണം. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. നമുക്ക് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. പിടി കിട്ടിയോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതല്ലേ എനിക്ക് വേണ്ട കറക്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ പോയിൻറ്റും കൂടെ നമ്മൾ
കൂട്ടി യോജിപ്പിച്ചു. നമ്മുടെ സീം അലവൻസ് ഉള്ളതൊന്നും കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. അപ്പം നമ്മൾ ഇത് വെട്ടിയെടുത്താൽ നമ്മുടെ സൂപ്പർ കൈ നമുക്ക് കിട്ടും. ഇനിയും ഈ സെയിം സാധനം ഇത്രയും പിടി കിട്ടിയോ? ഈ ഒരു ഷേപ്പ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇങ്ങനെ വന്ന് ഇച്ചിരി മേലോട്ട് ചെന്ന് ഇങ്ങനെ വന്ന് വളച്ച് ഇങ്ങനെ കൊണ്ടുവരണം. കറക്റ്റ് കൈയായിരിക്കും. ഇനി നമുക്ക് ഇതിങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറൊരു മാർഗ്ഗം പറഞ്ഞു തരാം. നിങ്ങൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആകെ ദൂരം എടുക്കുന്നു. കണ്ടല്ലോ 8.5. ആ 8.5യുടെ പകുതി 4.25 അത് നമ്മൾ കറക്റ്റ് നോക്കി ആ മിഡ് പോയിൻറ്റിൽ നമ്മളൊരു ലൈൻ വരച്ചു. ഇനിയുണ്ടല്ലോ ഇതല്ലേ ശരിക്കുള്ള വര. ഉണ്ടോ? ആ മിഡ് പോയിൻ്റ് കൂടെ നമുക്ക് ഇങ്ങോട്ടുള്ള ശരിക്കുള്ള വര ഇതല്ലേ. അത് കഴിഞ്ഞ് അങ്ങനെ നോക്കിക്കേ. കണ്ടോ? ഇവിടെ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് കയറ്റി ഇങ്ങനെ ഒരു ആർച്ച് പോലെ വരച്ചു. അതുപോലെ തന്നെ ഇത് കണ്ടോ, ആ മിഡ് പോയിൻറ്റിൽ നിന്നും 1/2 ഇഞ്ച് കയറ്റി ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു. ഇങ്ങനെ വരച്ചാൽ നമുക്ക് വരയ്ക്കാം. പക്ഷേ ഏറ്റവും എളുപ്പം ഇതുണ്ട്. ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഏറ്റവും എളുപ്പം ഇങ്ങനെ തന്നെ നമുക്ക് വരയ്ക്കുന്നത്. ഇനി ഇതല്ലാതെ ഈ കർവും ഇതും കണ്ടെത്താൻ നമ്മുടെ ആം ഹോൾ കർവ് വെച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ക്ലീനായിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. അതിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇത്രയും നാളും ചെയ്യുമ്പം ചുരിദാറിൻ്റെ ആയാലും സാരി ബ്ലൗസിനായാലും ബ്ലൗസിനൊരിക്കലും പ്രോബ്ലം ഉണ്ടാകാറില്ല. ഒരിക്കലും ചുളുങ്ങി നിൽക്കുവോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊന്തി വരുവോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് വേറൊരു പണിയുണ്ട്. നമ്മൾ സ്ലീവ് എല്ലാം വെട്ടിക്കഴിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് വേറൊരു തുണിയാണെന്ന് വെറുതെ കാണിക്കാനെടുത്താൽ. നമ്മൾ സ്ലീവ് വെട്ടിക്കഴിഞ്ഞിട്ട് നിവർത്തിയെടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടും. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വേറൊരു കളറിൽ കാണിച്ചു തരാം. ഈ നീല കളറിന് കാണിക്കാം. നോക്കിക്കോണേ. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടാൻ ഈ 1.5 ഇഞ്ചിൽ തൊടാതെ തന്നെ ഇവിടെ നിന്ന് പതുക്കെ തുടങ്ങണം. ഇങ്ങനെ തുടങ്ങി, ഇത് കണ്ടോ, ഇങ്ങനെ തുടങ്ങി, ഇതൊക്കെ കണ്ടോ, ഇത്രയും നമുക്കെടുത്ത് ഇങ്ങനെ വന്ന് ഈ ലൈനിലേക്ക് കയറ്റി മുട്ടിക്കണം. കണ്ടോ? ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കിക്കേ. ഞാൻ എടുത്ത് കളഞ്ഞേക്കുന്നത് എത്ര ഉണ്ട്? ഇതിൻ്റെ മാക്സിമം ഇത് കണ്ടോ, 1/2 ഇഞ്ചും 1/2 ഒരു പൊടിക്ക് 1 മില്ലി അല്ലല്ലോ അല്ലേ. അപ്പം ഈ ഒരു വരയും കൂടെ ഒരു വരയും കൂടെ കൂടുതൽ ഞാൻ എടുത്ത് കളയണം. അപ്പം അത്രയും തന്നെ നമ്മൾ കളയണം കേട്ടോ. ഇത്രയും കളഞ്ഞത് ഇത്രയും എടുത്ത് കളഞ്ഞാലേ നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ പോയിട്ട് നമുക്ക് ഒട്ടും ചുളുക്കമില്ലാതെ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, കിട്ടിയോ? അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഞാൻ നിങ്ങൾക്ക് വേറൊരു മെഷർമെൻറ്റിൽ ഒരു 36-ൻ്റെയോ 34-ൻ്റെയോ വല്ലതും സ്ലീവ് അങ്ങനെ വെട്ടി കാണിക്കണമെന്നുണ്ടോ? ഇതുപോലെ തന്നെ സംഗതി കാര്യങ്ങൾ മനസ്സിലായില്ലേ? അത് വെച്ച് നിങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേണമെന്ന് കാണിച്ചാൽ. ഇനി ഒരു കാര്യം, നെക്സ്റ്റ് ഞാൻ വീഡിയോയുമായി വരുന്നത് ഒരു ചുരിദാറ് എൻ്റെ തുണി നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ എടുത്ത് റെഡിയാക്കി വെക്കുക. വലിയ വിലയുടെ വേണ്ട, നൈറ്റി പീസ് ആണെങ്കിലും മതി. വെച്ചിട്ട് നമുക്ക് പേടിയില്ലാതെ ഒട്ടും അറപ്പില്ലാതെ കൈക്ക് ഒരു വിറയലുമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് വെട്ടണം. ഇന്നലെയും കണ്ടൊരു കമൻറ്റ് എഴുതിയേക്കുന്നത് നൈറ്റ് തുണി ഞാൻ എടുത്ത് വെച്ചിരിക്കുക, പക്ഷേ വെട്ടാനൊരു പേടി. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും തരിക. താങ്ക് യു.